ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആവശ്യങ്ങളെ എല്ലാവരും ചേർന്ന് കർത്താവിനെ ദൈവം ഒരവസരം തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പോലെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു മരണം പെട്ടെന്നുണ്ടായത്. ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഞാൻ പെട്ടെന്ന് വരേണ്ടി വന്നതാണ്. നാളെ രാവിലെ മടങ്ങിപ്പോകും. വളരെ വൈകിട്ടാണ് വന്നത്. ഏതായാലും ഇന്ന് കറക്റ്റ് മീറ്റിംഗുണ്ട്. അതിനെ സംബന്ധിക്കാനായിട്ട് ദൈവം ഇടയാക്കി സന്തോഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ഈ പ്രത്യേക കാര്യം പ്രാർത്ഥന മുന്നേ പറയേണ്ടതായിരുന്നു. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർപ്പിക്കാനായിട്ടുള്ളത് 25, 26, 27 തീയതികളിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. 26-ാം തീയതി 7 പേര് പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട് വന്നായിരിക്കുന്ന 7 പേരുടെ സ്നാനം ക്രമീകരിച്ചിട്ടുണ്ട്. ആ സ്നാനത്തോടുകൂടെ പുതിയ ഒരു സ്ഥലസഭയ്ക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ വർക്കിൻ്റെ റിസൾട്ടാണ്. ദൈവം അനുവദിച്ച് അത് നടന്നാൽ കർത്താവിൻ്റെ പുതിയ 3ാമത്തെ സ്ഥലസഭയാണ് ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. അതെടുത്ത് പറയാൻ കാരണം അല്പം സംഘർഷ മേഖലയാണ് ഗ്രാമങ്ങളെന്ന് പറയുന്നത്. അവിടെ ഉയർന്ന ജാതിക്കാർ തിങ്ങി പാർക്കുന്ന ഒരു പ്രത്യേക ഗ്രാമമാണത്. എന്നാൽ അവരുടെ മതത്തിലാണ് കുറച്ച് പേര് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നിട്ടുള്ളത്. പലരും ഒറ്റയ്ക്കുള്ളവരാണ്. ജീവിതത്തിൻ്റെ എടുക്കുകളുണ്ട്. എന്നാൽ അത് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും മുൻപോട്ട് പോവുകയാണ്. എല്ലാം ഭംഗിയായി നടക്കുവാനായിട്ട് തീരുന്നത്. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. ആ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഒരു ഫാമിലി നാട്ടിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നുണ്ട്. അത് ബീഹാറിലെ വർക്കുകൾ കാണാനും ഞങ്ങളുടെ മതത്തിൽ സഹകരിക്കാനും ഒക്കെ ആയിട്ട് വരുന്നവരാണ്. അവരുടെ യാത്രയ്ക്കും ആവശ്യമായ ക്ഷമ ലഭിക്കണം. അവർ വരുന്നത് മുഖാന്തരം അവർക്കും പ്രയാസങ്ങളൊന്നും വരാനായിട്ട് പാടില്ല. ഞങ്ങളവിടെയുള്ളവരാണ്. പ്രശ്നം വന്നാലും ഞങ്ങൾ അവിടെ തന്നെ തീരും. പക്ഷേ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവർ പ്രയാസപ്പെട്ടു പോകും. അങ്ങനെയൊരു അവസരങ്ങൾ ഉണ്ടാകാതിരിക്കാനും സ്നാനം നടക്കുവാനും പുതിയ സ്ഥലസഭാക്രിയകൾ ആരംഭിക്കുവാനും ഒക്കെ ഇടയാകേണ്ടതായിട്ട് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. 25, 26, 27 ദിവസങ്ങളാണ് പ്രത്യേകം ഇരിക്കുന്നത്. അപ്പോൾ അവനെ സഹായിക്കട്ടെ. ഹോശേയ പ്രവചനം 11-ാം അധ്യായം. ഹോശേയ പ്രവചനം പഴയ നിയമത്തിൽ 945-ാമത്തെ പേജാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് ബൈബിൾ. 945-ാമത്തെ പേജ്. ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 11-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങൾ ഉണ്ട്. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഇസ്രായേലിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്തോറും അവൻ വിട്ടകന്നു പോയി. ബാൽബിംബങ്ങൾക്ക് അവൻ ബലി കഴിച്ചു. വിഗ്രഹങ്ങൾക്ക് രൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടക്കാൻ ശ്രമിപ്പിച്ചു. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിലെടുത്തു. എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യഭാഷങ്ങൾ കൊണ്ട് സ്നേഹവചനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വഹിച്ചു. അവരുടെ താടിയിൽ മേലുള്ള മുഖം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്ക് ആയിരുന്നു. ഞാൻ അവർക്ക് തീ ഇട്ടുകൊടുത്തു. സാധാരണ പള്ളിയിൽ ഞാൻ അധികം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവുകയില്ല. വളരെ റെയറായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് പള്ളിയിൽ. ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ച ഒരു ഭാഗമാണ്. അതിൽ നിന്ന് ചില ആത്മീയ ചിന്തകൾ മനസ്സിൽ വന്നത് പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിച്ചു. ഇസ്രായേലിൻ്റെ പിന്മാറ്റ ജീവിതം പഴയ നിയമത്തിൽ നമുക്ക് ആവർത്തിച്ച് കാണാനായിട്ട് കഴിയുന്നു. ദൈവം അവരെ ധാരാളം കരുതി, അവരെ പരിപാലിച്ചു. എല്ലാ പ്രയാസങ്ങളും ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ ശരിയായ അളവിൽ മനസ്സിലാക്കാനായിട്ട് ദൈവജനത്തിന് കഴിഞ്ഞില്ല. അത് അന്നും കഴിഞ്ഞില്ല, ഇന്നും ശരിയായ നിലയിൽ നമുക്ക് കഴിയുന്നുണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ വചനപ്രകാരം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അറിവ് നമുക്കുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ദൈവസ്നേഹത്തോട് ചോദ്യം ചോദിക്കുന്നവരായിട്ട് നമ്മൾ തീർന്നിട്ടുണ്ടാകും.
മലാക്കിയുടെ പുസ്തകത്തിലും ഇസ്രായേലിൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ ഒരു പ്രശ്നം അത് തന്നെയായി. അത് ഇന്നോടും കണക്ട് ചെയ്ത് തന്നെയാണ് അവിടെ മലാക്കിയിലും പറഞ്ഞത്. ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ച വിധം ഇവിടെ പറയുകയാണ്. ഒന്നാം വാക്യത്തിൽ ഇടവിടാതെ പിന്മാറിക്കൊണ്ടിരുന്നായിരിക്കുന്ന ഇസ്രായേലിനെ ദൈവത്തോട് മത്സരികളായി തീർന്ന ഇസ്രായേൽ ജനം. എന്നാൽ ദൈവം അങ്ങനെയുള്ള ഒരു ജനത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവും വരാതെ ഒരളവും കുറയാതെ ദൈവം തുടർച്ചയായി അവരെ സ്നേഹിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് ഒരപ്പൻ മകനോട് കാണിക്കുന്ന സ്നേഹം പോലെ തന്നെ, അഥവാ ഇസ്രായേലിന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലാണ് ദൈവം അവരെ സ്നേഹിച്ചത്. എങ്കിലും പലപ്പോഴും അവർക്കത് മനസ്സിലായിട്ടില്ല. മലാക്കിയുടെ പുസ്തകം നാം ചെല്ലുമ്പോൾ ഇസ്രായേൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഞങ്ങളെ ഏതൊന്നിനാൽ സ്നേഹിക്കുന്നു? എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത്? ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. അപ്പൊ അവർ വീണ്ടും തിരിച്ചു വയ്ക്കുകയാണ്, നീ എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത്? അത് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതേ കാര്യം ഇവിടെ ഹോശിയ പ്രവചനത്തിൽ ഹോശിയാവിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയാണ്, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബാലനായിരുന്നപ്പോൾ ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം എവിടുന്നാണ് യാക്കോബിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്? ദൈവം യാക്കോബിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് എവിടുന്നാണ്? ഉദരത്തിൽ നിന്നാ. അവൻ ബാലനായി ജനിച്ച് ബാലനായതിനു ശേഷമല്ല. ഇവിടെ ഹോശിയ പ്രവാചകൻ അത് അങ്ങനെ പറയുന്നതാണ്. ബാലനായിരുന്നപ്പോൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ യാക്കോബിനെ ദൈവം സ്നേഹിക്കാൻ തുടങ്ങിയത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെയാണ്. ശരിക്കും നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ സ്നേഹിക്കപ്പെടാനായിട്ട് യോഗ്യതയുള്ളവനാരാണ്? നമ്മുടെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതനുസരിച്ച് ചിന്തിച്ചാൽ സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ളത് യേശാവ് തന്നെയായിരുന്നു. യേശാവിന്റെ നിറം എങ്ങനെയായിരുന്നു അല്ലേ? ചുമതലയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ആകർഷണമുണ്ട്. ഇഷ്ടവും സ്നേഹം തോന്നുന്നുണ്ട്. അവന്റെ പല ക്വാളിറ്റീസ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിന്ന് പകലിൽ അതൊക്കെ നോക്കി അവൻ ഞങ്ങൾക്ക് പറയാനുള്ളതായിരിക്കുന്ന സമയം. അപ്പം സ്നേഹിക്കപ്പെടാനായിട്ട് മാനുഷികമായിരിക്കുന്ന രീതിയിൽ നാം നോക്കിക്കഴിഞ്ഞാൽ ആ സ്നേഹം ലഭിക്കേണ്ടത് വാസ്തവത്തിൽ ഏശാവിനാണെങ്കിലും ദൈവം ആരെയാണ് സ്നേഹിച്ചത്? യാക്കോബിനെ സ്നേഹിച്ചു. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ബൈബിളിൽ എവിടെയും. അതിനൊറ്റ ഉത്തരേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കുക. റോമാലേഖനം 9-ാം അധ്യായം 15-ാം വാക്യം. ഇനി അതിന്റെ മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചേ, 12-ഉം 13-ഉം. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. അതാര് പറയുന്നതാ? അത് പൗലോസ് പറയുന്നതല്ല. അത് ആര് പറഞ്ഞ വാക്കാ? ദൈവം പറയുകയാണ്. ദൈവത്തോട് ഒരുത്തൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ ഏശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ നീ സ്നേഹിച്ചു, യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മറുപടി എന്താ? എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം എന്താ? അത് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യമാണ്. അല്ലാതെ ഒരു വേറൊരു ആൻസർ വേദപുസ്തകത്തിൽ എവിടെയും നമുക്കില്ല. തിരിച്ചു ചിന്തിക്കാം. അതിന് മുന്നിൽ പൗലോസ് പറയണം, ആകയാൽ നാം എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് നാം ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു, എന്തുകൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചു, എന്തുകൊണ്ട് ഞാൻ ദൈവപൈതലായി തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു മെറിറ്റുമല്ല, ഒരു യോഗ്യതയുമല്ല അതിന്റെ അടിസ്ഥാനം. പിന്നെയോ ദൈവത്തിന്റെ പരമാധികാരത്തിൽ, ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു എന്നുള്ളതല്ലാതെ യാതൊരു യോഗ്യതയും പറയാനുണ്ടോ? ഞാൻ ഇന്ന കുടുംബത്തിലെ ആയതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് നല്ല കളവുള്ളത് കൊണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഇത്രയും പൈസ ഉള്ളതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ?
നമ്മുടെ യാതൊരു യോഗ്യതയും അതിന് മുൻപിലില്ല. അതാണ് പൗലോസ് പറയുന്നത്, ആകയാൽ നാം എന്ത് പറയേണ്ടു? പറയാനായിട്ടൊന്നുമില്ല. ദൈവത്തിന് കരുണ തോന്നണമെന്നുള്ളവനോട് ദൈവം എന്ത് ചെയ്തു? അതിനകത്ത് നമ്മൾ നന്ദിയോടെ കർത്താവേ സ്തോത്രമെന്ന് പറയാനല്ലാതെ വേറെ ഒന്നും പറയാനായിട്ട് നമുക്കില്ല. പൗലോസിന്റെ വാക്കിനോട് ചേർത്ത് പറഞ്ഞാൽ മതി, ആകയാൽ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഇന്ന് രാത്രികാലം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ, കർത്താവേ നീ എന്നെ സ്നേഹിച്ചതിന് നിനക്ക് നന്ദി എന്ന് പറയാനായിട്ട് കഴിഞ്ഞാൽ അത് വലിയ കാര്യം. ആരുടെ പ്രത്യേകത കൊണ്ടല്ല, എന്റെ പ്രത്യേകത കൊണ്ടല്ല, നിങ്ങളുടെ പ്രത്യേകത കൊണ്ടുമല്ല ഞാനും നിങ്ങളും ദൈവമക്കളായി തീർന്നത്. ദൈവം നമ്മെ നേരത്തെ തന്നെ കണ്ട് സ്നേഹിച്ചിരിക്കുന്നു. സ്നേഹിക്കപ്പെടാനായിട്ട് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ യോഗ്യതയുള്ള, നമ്മളെക്കാൾ യോഗ്യതയുള്ള അനേകർ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അവരൊന്നും ഈ സത്യം മനസ്സിലാക്കാതെ ദൈവസ്നേഹം അനുഭവിക്കാതിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ്. അതാണ് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 1 യോഹന്നാൻ 4:10 നാം വായിക്കുന്നത്, ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നാം സ്നേഹിച്ചത് കൊണ്ടല്ല, നാം ദൈവമുൻപാകെ ചില ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചു. മറിച്ച് ദൈവം തന്റെ ആ മുന്നറിവിലും തന്റെ പരമാധികാരത്തിലും ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ഇന്ന് നാം സ്നേഹം എന്താണെന്ന് അറിയുന്നവരാണ്. സ്നേഹം എന്താണെന്ന് അറിയുന്നവരായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ ദൈവസ്നേഹത്താൽ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ചുരുക്കം? എന്റെ യോഗ്യത നോക്കാതെ സ്നേഹിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ ദൈവം സ്നേഹിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് എന്നെ സ്നേഹിച്ചെങ്കിൽ അതേ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, അതേ സ്നേഹത്താൽ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ഈ സ്നേഹം തിരിച്ചറിയണം ആദ്യം. എന്ന് പറഞ്ഞാൽ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെയാണ് ദൈവം സ്നേഹിച്ചതെന്ന് ഹൃദയത്തിൽ തിരിച്ചറിയുന്നവർ മാത്രമേ മറ്റുള്ളവരുടെ പരാജയങ്ങളിലും കുറവുകളിലും അവരുടെ ആ അയോഗ്യതകളോട് ചേർന്ന് ആത്മാർത്ഥമായിട്ട് അവരെ കരുതാനും ക്രിസ്തീയ സ്നേഹം വെളിപ്പെടുത്താനും. ബാക്കിയുള്ളതെല്ലാം കപടഭക്തിയാണ്, ബാഹ്യമായതാണ്, പുറമേയുള്ളതായിരിക്കുന്ന നമ്മുടെ എന്താ പറയുക, അതിനെ നമ്മൾ ഷോ ചെയ്യുന്ന കാര്യങ്ങളാണ്. സിൻസിയർ ആയിട്ടുള്ള സ്നേഹം അവിടെ വെളിപ്പെടുകയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. നാം ആ നിലയിൽ തന്നെ ഇസ്രയേലിന്റെ പിന്മാറ്റം, ഇടവിടാതെയുള്ള പിന്മാറ്റം, അവർ ദൈവത്തെ വിട്ട് ബാൽവിഗ്രഹങ്ങളിലേക്ക് കടന്നുപോയി, പിന്മാറിപ്പോയി, ദൈവത്തിന്റെ നന്മകളെ ഓർക്കാതെ പോയപ്പോഴും ദൈവം പറയാണ്, ഞാൻ ബാലനായിരുന്നപ്പോൾ തന്നെ, അവന്റെ അമ്മയുടെ ഉദരത്തിലുള്ളപ്പോൾ തന്നെ അവനെ സ്നേഹിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് ഞാൻ അവനെ സ്നേഹിച്ചു. രണ്ടാമത്തെ കാര്യം, അവനെ സ്നേഹിച്ചത് മാത്രമല്ല, ഞാൻ ഈ ഭാഗത്ത് നിന്ന് മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്നാണ്. സ്നേഹിച്ചത് മാത്രമല്ല ചെയ്തു, പിന്നെ ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ വിളിച്ചു. ആ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. 430 സംവത്സരം ദൈവത്തിന്റെ ജനം വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ഫറവോന്റെ അടിമകളായിരുന്നു. അവരുടെ നിലവിളി യഹോവയുടെ സന്നിധിയിൽ എത്തി. ദൈവം അവർക്ക് വേണ്ടുന്ന എല്ലാ വഴികളും ഒരുക്കി അത്ഭുതകരമായിട്ട് അവരെ അവിടുന്ന് വിളിച്ചു എന്നുള്ളത്. വിളിക്കുന്നതായിരിക്കും. സ്നേഹിച്ചത് മാത്രമല്ല, നമ്മെ വിളിച്ചതായിരിക്കും ദൈവം. ഒരുപാട് വാക്യങ്ങൾ നമുക്ക് വേണം അതിനോട് ചേർന്ന് പറയാനായിട്ട് കഴിയും, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. റോമാലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 8-ാം അധ്യായത്തിൽ ദൈവം എന്തിനാണ് എന്നെ അങ്ങനെ വിളിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശമാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുമ്പോൾ, ഞാൻ പറയുമ്പോൾ അതിൻ്റെ പർപ്പസ്, എന്നെ എന്തിനാണ് ദൈവം അങ്ങനെ സ്നേഹിച്ച് വിളിച്ചത് എന്ന് റോമാലേഖനം 8-ാം അധ്യായം 29-30 വായിക്കുന്നത്. ഉന്നയിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കും. ഇതൊരു വലിയ തിയോളജിയാണ്, ഡോക്ടറിനാണ്. അതൊന്നും നമുക്ക് മുഴുവൻ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ആ ഒറ്റ വാക്ക് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം മുൻനിയമിച്ചവരെ അവൻ വിളിച്ചു. ആ വിളി എന്തിനാണെന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. എന്തിനായിട്ടുള്ള വിളിയാണ്? എന്താ? ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്, ദൈവത്തിന്റെ ആത്യന്തികമായ
ഉദ്ദേശം എന്താ? എന്നെ നിങ്ങളെ വിളിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താ? കൂടെ പറഞ്ഞ ഒത്ത പറയുന്നുണ്ട് എല്ലാവരും. എന്നാന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ സ്വരൂപത്തോട്? ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാനാണ് എന്നെ നിങ്ങളെ വിളിച്ചത്. അല്ലാതെ കുറെ ആൾക്കാരെ ഇവിടെ വിളിച്ച് വേർപാട് സഭ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും ദൈവത്തിനെ ആരാധിക്കാനും ദൈവത്തിന്റെ നാമത്തിൽ കുറച്ച് കാശിടാൻ വേണ്ടിയിട്ടല്ല ദൈവം വിളിച്ചത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിലും ആര് ചെയ്തോളൂ. സ്വർഗത്തില് ലക്ഷക്കണക്കിന് ദൂതന്മാരുണ്ട് ദൈവത്തെ ആരാധിക്കാൻ. എന്റെ നിങ്ങളെ ഒന്നും ആരാധനയൊന്നും ദൈവത്തിന് ആവശ്യമല്ല. അതിനു വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം എന്നെ നിങ്ങളെ വിളിച്ചതിന്റെ ആത്യന്തികമായിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ആരെ പോലെയായി തീരണം? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരണം. അങ്ങനെ ഞാനും നിങ്ങളും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുമ്പോൾ ആ ഒരു വലിയ കൂട്ടം ആളുകളുടെ നടുവിൽ തന്റെ പുത്രൻ ആരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം എങ്ങനെ ആരംഭിക്കുന്നത് സഹോദരി? 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു അനേകം സഹോദരന്മാരിൽ ആര്? തന്റെ പുത്രനെ ആദ്യജാതനം എന്നുള്ളതായിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് അവന് സഹോദരന്മാരായിട്ടാണ് അനേകരെ അവൻ വിളിച്ചു കൂട്ടിയത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ തന്റെ പുത്രന് പൂർണ്ണമായിരിക്കുന്ന മഹത്വം ലഭിക്കണം. അനേകായിരം കോടാനുകോടി വിശുദ്ധന്മാർ നിൽക്കുമ്പോൾ ആ വിശുദ്ധന്മാരുടെ എല്ലാം നടുവിൽ ഏറ്റവും മഹത്വധാരിയായിട്ട് ആര് നിൽക്കണം? തന്റെ പുത്രൻ നിൽക്കണം. അങ്ങനെ ആ പുത്രനെ ഉയർത്തിക്കാണിക്കുവാൻ അനേക സഹോദരന്മാരെ പിതാവായ ദൈവം വിളിച്ച് കൂട്ടിവെച്ചിരിക്കുകയാണ്. എന്താ കാരണം? ഇതാ ഞാൻ വരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു. ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്? ശരിയാ, പഴയ നിയമത്തിലെ വാക്യമാണ്. പുതിയ നിയമത്തിലെ ആ വാക്യം ഒന്നുമില്ല. പ്രായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാ ഞാൻ വരുന്നു. എന്തിനു വരുന്നു? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ അനേകം സഹോദരന്മാരുടെ നടുവിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് നിർത്തുവാൻ ആഗ്രഹിച്ചതിന്റെ കാരണം സ്വർഗത്തിലെ ത്രിയേക ദൈവത്തിന്റെ ആ കമ്മിറ്റിയിൽ ഒരാലോചന നടന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആര് കടന്നു പോകുമെന്നുള്ള ചോദ്യത്തിന് മുൻപാകെ പുത്രൻ പറയുന്ന വാക്കാണ് ഇതാ ഞാൻ വരുന്നു. എന്തിനു വേണ്ടി? നിന്റെ ഇഷ്ടം ചെയ്യുക. ആ പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ച പുത്രനെ കോടാനുകോടി സഹോദരന്മാരുടെ നടുവിൽ ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം എന്ത് ചെയ്ത് ഈ സഹോദരന്മാരെ എല്ലാം വിളിച്ചു ചേർത്ത് എന്നെയും നിങ്ങളെ കരുതിപ്പെടുത്തി. ഇത് നമ്മളോട് പറയുന്ന കാര്യമില്ല. എന്നിട്ട് നമ്മൾ ആരെ നോക്കണം? ആരെ നോക്കണ്ടേ? ഈ നടുക്ക് നിൽക്കുന്ന പുത്രനെ നോക്കണം. എന്തിനു വേണ്ടി? അവന്റെ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിയണം. ഫിലിപ്പിയർത്തിലെ വാക്യം ഞാൻ ഇങ്ങോട്ട് കടമെടുത്തിട്ട് പറയാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മളിൽ ആ ഭാവം ഉണ്ടാകണമെങ്കിൽ നാം നോക്കേണ്ടത് ആരെയാണ്? എബ്രായലേഖനം 12-ാം അധ്യായം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കണം. ആ പുത്രനെ നോക്കുമ്പോൾ നാം ആരോട് തുല്യരായിത്തീരും? ഓരോ ദിവസവും ആ പുത്രനോട് നാം തുല്യരായിത്തീരും. എങ്ങനെ? സ്വഭാവ രൂപീകരണം സംഭവിക്കും. അതാ സംഭവിക്കും. ആ പുത്രനെ നോക്കുന്നവന് മാത്രമേ ഈ സ്വഭാവ രൂപീകരണം ഉണ്ടാകുകയുള്ളൂ. ആ പുത്രനെ അവഗണിക്കുന്നവൻ, ആ പുത്രനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ മുൻപോട്ട് പോകുന്നവൻ വിശ്വാസിയായിട്ട് അവൻ അങ്ങനെ പോകും. പക്ഷെ അവന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഒരു സ്വഭാവ രൂപീകരണവും കാണാനായിട്ട് കഴിയും. ഇസ്രായേലിനോട് പറയാണ്, ഞാൻ ബാലനായിരുന്നപ്പോൾ തന്നെ നിന്നെ സ്നേഹിച്ചു. അതിനുശേഷം ആ സ്നേഹമൊക്കെ വിട്ട് നീ അന്യ ദൈവങ്ങളിലോട്ട് പോയി. നിന്നെ ഞാൻ ശിക്ഷക്കേൽപ്പിച്ചു. 430 സംവത്സരം അബ്രഹാമിന്റെ ഒരു പാപം മുഖാന്തരം ഇസ്രായേൽ ജനം അടിമ വീടായിരിക്കുന്ന മിസ്രയീമിൽ പാർക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ദൈവം തന്റെ പുത്രനെ അവിടുന്ന് വിടുവിച്ചു. സ്നേഹിച്ച് അവനെ വിളിച്ചു. അതേ വിളിയാണ് നമുക്കും ദൈവം നൽകുന്നത്. അങ്ങനെ നമ്മെ വിളിച്ച് കോടാനുകോടി സഹോദരി സഹോദരന്മാരോടുകൂടെ നിർത്തിയിട്ട് ആ അനേകം സഹോദരന്മാരിൽ ഒരു സഹോദരനായി കർത്താവിന് വേണ്ടി എന്നെ നിർത്തിയിരിക്കുക.
പക്ഷെ ഞാൻ നോക്കേണ്ടത് ഈ മരുഭൂമി യാത്രയിൽ ആ കർത്താവിനെ നോക്കണം. എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന കർത്താവിനെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സ്വഭാവം രൂപപ്പെടും. അവിടുന്ന് നോട്ടം മാറുമ്പോൾ എൻ്റെ സ്വഭാവം മാറും. ഞാൻ വിശ്വാസി എന്ന് പറയുമ്പോഴും ദൈവദാസൻ എന്ന് പറയുമ്പോഴും മൂപ്പൻ എന്ന് പറയുമ്പോഴും ശുശ്രൂഷകൻ എന്ന് പറയുമ്പോഴും എൻ്റെ നോട്ടം ഈ കർത്താവിൽ അല്ലെങ്കിൽ ഈ പദവികളൊക്കെ അലങ്കരിക്കുമ്പോഴും പൗലോസ് പറയുന്ന പോലെ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അല്ലയോ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോവാനായിട്ട് അത് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചു. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാമില്ലെങ്കിൽ നമുക്ക് സമയം തരുന്നില്ല. 3-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ മകനെ വിളിച്ചു, അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി, ബാൽ വിഗ്രഹങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. 3-ാം വാക്യം, ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ദൈവം സ്നേഹിച്ചു, ദൈവം വിളിച്ചു. അതിനുശേഷം ദൈവം പറയുകയാണ്, ഞാൻ ഇസ്രായേലിനെ എന്ത് ചെയ്തു? നടക്കാൻ ശീലിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവന്റെ അപ്പനോ അമ്മയോ ആകട്ടെ, ഇവിടെ ഒരു പിതാവിന്റെ സ്നേഹമാണ് നമ്മൾ കാണുന്നത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ. ഒരപ്പൻ ആ കുഞ്ഞിനെ കൈപിടിച്ച് ഓരോ ദിവസവും നടത്താനായിട്ട് പരിശീലിപ്പിക്കുന്നത് പോലെ, ചിലപ്പോൾ ആദ്യം വീട്ടിനകത്ത് തന്നെയായിരിക്കും, അതിനുശേഷം നമ്മുടെ റോഡിലേക്ക് അവനെയും കൊണ്ട് നടക്കാൻ പോകും, ചിലപ്പോൾ കടകളിലേക്ക് നാം കൊണ്ടുപോകും. പിന്നെ ഇച്ചിരി വലുതാകുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി ഇടക്കര ടൗണൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുമ്പം കയ്യിൽ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? കൂട്ടത്തിൽ ക്രോസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു മകനെ അപ്പൻ എങ്ങനെയാണോ കെയർ ചെയ്ത് അവനെ നടക്കാനായിട്ട് ശീലിപ്പിക്കുന്നത്, അതുപോലെ ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്യുക? കൈപിടിച്ച് നടത്തി ശീലിപ്പിക്കുക. ആരെയാണെന്ന് നിങ്ങൾ ഓർക്കണം. സ്നേഹിച്ച് വിളിച്ച് വേർതിരിച്ച ഈ ഇസ്രായേൽ ജനം ഇടവിടാതെ ദൈവത്തെ വിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുക. അവർ പിന്നെയും ദൈവത്തെ വിട്ട് ബാൽ വിഗ്രഹങ്ങളിലേക്ക് പോവുകയും അതിനെ പൂജിക്കുകയും അതിനു മുൻപാകെ ബലിയർപ്പിക്കുകയും ചെയ്തിട്ടും ദൈവം പറയാണ്, ഞാൻ എന്ത് ചെയ്യാണ്? ഈ എൻ്റെ മകനെ വിളിച്ച് അവനെ ഞാനിങ്ങനെ നടക്കാനായിട്ട് എൻ്റെ ഒപ്പം ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പല വിചാരിക്കും നമ്മൾ ഏതാണ്ട് നടന്നൊക്കെ പൂർത്തിയായിട്ട് ചിന്തിക്കുന്നവരാണ്, അല്ലേ? നമുക്കിനി പ്രത്യേകിച്ച് നടക്കാനുള്ള പ്രാക്ടീസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവരെ നടത്തുന്നവരായിട്ട് തീർന്നിരിക്കുകയാണ്. പക്ഷേ ശരിയായ നിലയിൽ ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുൻപാകെ എൻ്റെ ജീവിതത്തെ ഞാൻ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാകും, ഇന്നും ശരിയായ നിലയിൽ വീഴാതെ നടക്കാൻ തക്കവണ്ണം ഞാൻ പഠിച്ചിട്ടുണ്ടോ? ഒരു ദിവസം തന്നെ എത്രയോ പ്രാവശ്യം വീഴുന്നുണ്ടല്ലേ? നമ്മുടെ കഴിവുകൊണ്ടൊക്കെ നമ്മളതൊക്കെ മറച്ചു പിടിച്ചൊക്കെയാണ് നടക്കുന്നത്. ആരും അറിയാതെയും ആരും കാണാതെയും ആരും കേൾക്കാതെയൊക്കെ നമ്മൾ നടന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുൻപാകെ, ദൈവത്തിന്റെ മുൻപാകെ എൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പം എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇന്നും എൻ്റെ പിതാവായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നടക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബോധ്യം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം, മുറുകെ പിടിക്കണം. കർത്താവേ, ഞാൻ ഇന്നും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വീണ് തന്നെയാണ് ഇരിക്കുന്നത്, ഇന്നും ഞാൻ വീഴാൻ സാധ്യതയുണ്ട്. നിന്റെ കൈയൊന്ന് വിട്ടാൽ ഞാൻ വീണു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ആ ഒരു വലിയ ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. കാലങ്ങൾക്ക് ശേഷം പൗലോസ് എഴുതിയൊരു വാക്യമുണ്ട്. താൻ എത്രയോ സ്ഥലം സഭകൾ സ്ഥാപിച്ച മനുഷ്യനാണ്, എത്രയോ ആളുകളെ കൃപയിലേക്ക് നടത്തിയ മനുഷ്യനാണ്, എത്രയോ നല്ലൊരു പ്രാസംഗികനും എഴുത്തുകാരനുമാണ്. പക്ഷെ പൗലോസ് കൊരിന്ത്യർ സഭയോട് ബന്ധത്തിൽ കൊടുക്കുന്നതായിരിക്കുന്ന ഒരു വാണിംഗ് ഉണ്ട്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ. എനിക്ക് തോന്നുകയാണ് ഞാൻ ഏറെക്കുറെയൊക്കെ നടക്കാനായിട്ടായി, മറ്റുള്ളവരെയൊക്കെ നടത്തുന്നവനാണ്, മറ്റുള്ളവരെയൊക്കെ കൃപയിലേക്ക് കൊണ്ടുവരുന്നവനാണ്, അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ്, നല്ലൊരു ബൈബിൾ ടീച്ചറാണ്. ഈ തോന്നലൊക്കെ വരുമ്പോഴും ദൈവാത്മാവൻ എന്നോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? നിനക്ക് തൽക്കാലം തോന്നുവാണല്ലേ നീ നിൽക്കുന്നുണ്ടെന്ന്, നീ സൂക്ഷിച്ചോ. നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിക്കാതെ സൂക്ഷിക്കണം. അങ്ങനെ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം? എൻ്റെ കർത്താവിൻ്റെ കൈ എന്നോട് കൂടെ ഇല്ലെങ്കിൽ ആ കൈ വിട്ട് ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് തന്നെ നടക്കാമെന്ന് തോന്നി കാൽച്ചൂട് വെക്കാൻ തുടങ്ങിയാൽ നമ്മൾ ശ്രദ്ധിക്കണം, നാം വീണത്. ഇനി ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ മേലുള്ളത്. നമ്മൾ വീണിട്ടും എന്താകുന്നില്ല, വീണാലും കാരണം അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഈ ഇസ്രായേൽ ഇത്രമാത്രം പിന്മാറി പോയിട്ടും നിലംപരിചാരാതെ ഇന്നും ലോകത്തിന് മുൻപാകെ നിൽക്കുന്നത് എന്തുകൊണ്ടാ?
എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുമെന്നുള്ള ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് ലോകശക്തികൾ ഒന്നടങ്കം ഇസ്രായേലിനെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ഇസ്രായേൽ ഇന്നും നിലംപരിചാകാതെ നിൽക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ വലിയ കരുണ. നമ്മളൊക്കെ ഇന്നും ഇങ്ങനെ നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണ. നമ്മുടെ ആത്മീയത്വത്തിന്റെ ശ്രേഷ്ഠതയൊന്നുമല്ല, നമ്മുടെ പ്രവർത്തനത്തിന്റെ എന്താ പറയുക ആ കണക്കുകളൊന്നുമല്ല, നമ്മൾ മാത്രം രക്ഷിക്കപ്പെട്ടവരുടെ സംഖ്യ കൂടുതലായതുകൊണ്ടൊന്നുമല്ല, നമ്മൾ സ്ഥാനപ്പെടുത്തിയ ആളുകളുടെ കൂട്ടം കൊണ്ടൊന്നുമല്ല, നമ്മൾ നല്ല ബൈബിൾ ടീച്ചർ ആയിരിക്കുന്നതുകൊണ്ടൊന്നുമല്ല. ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. ദൈവത്തിന്റെ ദൈവം ഒന്ന് അയച്ചു നോക്കട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അവസ്ഥ എന്താണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പെട്ടെന്ന് നമുക്ക് പോകാം, അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്തെന്താ വായിക്കുന്നേ? ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു. കർത്താവ് പറയാണ്, ഞാൻ എന്താ ചെയ്തേ? ഇതുവരെ നടക്കാൻ ശീലിപ്പിക്കുകയായിരുന്നു, നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കുറെ നമ്മൾ നടത്തി കഴിയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ കുറെ നടത്തി കഴിയുമ്പോൾ, ഞാൻ മിക്കവാറും ബാംഗ്ലൂർ ചെല്ലുന്നുണ്ട്, അമാന്റെ ഞാൻ നമ്മുടെ കടയിലൊക്കെ പോകാറുണ്ട്. അപ്പൊ ഇവിടുന്ന് ഉത്സാഹത്തോടെ പോകും, മുട്ടായി മേടിച്ചു തരും എന്നുള്ളതായിരിക്കും. ഉത്സാഹത്തോടെ ഇറങ്ങി പോരും എൻ്റെ കൂടെ. ഓ ഞാൻ പറയും നടക്കണം, കുറച്ച് ദൂരെയാ കട. ഓ റെഡിയാ. എവിടം വരെയാ നടക്കുന്നറിയാമോ? ഫ്ലാറ്റിൽ നിന്ന് ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയിട്ട് ആ ഗേറ്റ് കടന്ന് ഒരു 10 മീറ്ററൂടെ നടന്നു കഴിയുമ്പം അപ്പച്ചാ പൊക്കിക്കോ. ഞാൻ പിന്നെ മുട്ടായി എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ നടത്തും. പക്ഷെ കടയിൽ ചെന്ന് തിരിച്ചു വരുന്നവരെ നടക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ശ്രമിച്ചാലും നടക്കത്തില്ല. അപ്പൊ പിന്നെ എന്തായി സ്ഥിതി? ഇട്ടിട്ട് പോരാൻ പറ്റുമോ? ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ല. പിന്നെ എടുക്കുകയെന്ന് വൃത്തിയുണ്ട്. അപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നടക്കുകയാണ്. പക്ഷേ നടന്ന് നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കുമ്പോൾ സ്നേഹവാനായിരിക്കുന്ന പിതാവ് എന്താ ചെയ്യുന്നേ? ഭുജങ്ങളിൽ എടുക്കുക. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന മറ്റൊരു വാക്യമുണ്ട് ആവർത്തന പുസ്തകത്തിൽ. ആ വാക്യം നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ഈ ദൈവം എടുക്കുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്റെ ഭുജങ്ങളിൽ വഹിക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 11 12 വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ആവർത്തന പുസ്തകം ഇസ്രായേലിന്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കുക. ദൈവം പറയാണ്, ഞാൻ അവനെ വഹിക്കും, ഞാൻ അവനെ എടുക്കും. എങ്ങനെ എടുക്കുന്നേ? ആരെ പോലെ എടുക്കുന്നേ? ആരെയും കണ്ടിട്ടുണ്ടോ? നമ്മൾ വായിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ സാഹിത്യത്തിൽ കഴുകനെയും കഴുകന്റെ കുഞ്ഞുങ്ങളെയും ഒന്നും കാണാൻ ഒരുപാട് അവസരമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വടക്കേന്ത്യയിലേക്ക് വന്ന ഇഷ്ടംപോലെ കഴുകന്മാരെ കാണാം. എന്താ കാരണം അറിയാമോ? വടക്കേന്ത്യയുടെ പല സംസ്ഥാനങ്ങളും വളരെ വൃത്തിഹീനമാണ്. അവിടെ ചാകുന്ന പോത്തും പട്ടിയും അവിടെ ചാകുന്ന മനുഷ്യരും എല്ലാം റോഷയിക്കുന്ന നല്ല ശതമാനമുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എവിടെയാ കഴുക്കൾ കൂടുന്നത്? ശവമുള്ളടുത്ത്. നമ്മുടെ കേരള സംസ്കാരത്തിലെല്ലാം വളരെ നീറ്റാണ്. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കൊണ്ടേ നമ്മളവിടെ വെച്ചു, ഫ്രീസറിൽ കൊണ്ട് വെച്ചിട്ട് പെട്ടിന്ന് പുറത്തിറക്കുന്ന എപ്പോഴാണ് മണ്ണിലേക്ക് വെക്കുന്നതിന് മുമ്പ്. അവിടെ കഴുകൻ വന്നിരിക്കാനും പറ്റില്ല. പക്ഷെ വടക്കേന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ കഴുകൻ കുഞ്ഞുങ്ങളെ വഹിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എങ്ങനെയാ വഹിക്കുന്നത്? അതെല്ലാവർക്കും മനസ്സിലായി ചിലകിലാണ്. പക്ഷെ അതിനുമ്പൊരു വാക്യമുണ്ട്, അതിനുമ്പൊരു വാക്കുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എനിക്കും അറിയാം, നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്കത് ആദ്യം മനസ്സിലായിട്ടില്ല. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന വിധമാണ് അവർ ആദ്യം ചെയ്യുന്നത്. കഴുകൻ ചെയ്യുന്ന പരിപാടി, ഈ കൂട്ടിൽ കുഞ്ഞുങ്ങളിരിക്കുക, കുഞ്ഞുങ്ങൾ പറക്കാനായിട്ട് തന്നെ പുറത്തോടൊന്നും ചാടുന്നില്ല, കാരണം അതിനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പൊ കഴുകൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ കൂട് എന്ത് ചെയ്യുന്നത്? കൂടി ഇങ്ങനെ ഇളക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴുകന്റെ ആ ഫെതറെല്ലാം മാറ്റിയിട്ട് കഴുകന്റെ തന്നെ മുള്ളുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കുത്തുമെന്നാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അല്ലെങ്കിൽ ഡിസ്കവറി ചാനലൊക്കെ ഇടയ്ക്ക് കണ്ടാൽ മതി. ടി വി കാണാൻ പ്രൊമോട്ട് ചെയ്യുമെന്നല്ല എല്ലാവരും കാണുമെന്ന് അറിയാം, എങ്കിലും ഡിസ്കവറി ചാനലൊക്കെ കണ്ടാൽ മതി. എന്നിട്ട് അതിന്റെ മുള്ളുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ കുത്തും. ഈ കുഞ്ഞുങ്ങളെ കുത്തി കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾ അവിടെ വേദന കൊണ്ട് തുളയുകയാണ്. പിന്നെ അവസാനം നിവൃത്തിയില്ല. അവസാനം എന്ത് ചെയ്യും? ഈ കുഞ്ഞുങ്ങള് ഈ കുത്തുകയും അതിന്റെ കൂട്ടത്തിൽ ഈ കൂടെ എന്ത് ചെയ്യും? ഈ കഴുകൻ ഇത് ഇളക്കുകയും കൂടെ ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നിവൃത്തില്ല. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? പുറത്തോട്ട് ചാടുകയാണ്ട് വേറെ നിവൃത്തിയില്ല. പക്ഷെ പറക്കാൻ അറിയാമോ? പറക്കാൻ അറിയത്തില്ല. അപ്പൊ ഈ തള്ളക്കഴുകൻ ചെയ്ത പരിപാടി ഈ ചിറക് ഇങ്ങനെ വിടർത്തിയിട്ട് ഈ കുഞ്ഞിനെ ഈ ചിറകയിലോട്ട് പ്രവേശിപ്പിക്കുക, ചിറകിൽ പറ്റിപ്പിടിപ്പിക്കുക. എന്നിട്ട് കഴുകൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴുകൻ എങ്ങോട്ടാ പറക്കുന്നേ? നമുക്കറിയാലോ, പക്ഷികൾ ഏറ്റവും കൂടുതൽ ഉയർത്തി പറക്കുന്ന സാധനമാണ് കഴുകൻ. അത് ഏറ്റവും ഉയരത്തിലേക്ക് പയർന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ചിറക് അങ്ങ് മടക്കും. ചിറക് മടക്കിയിട്ട് ഈ കുഞ്ഞെവിടാ? കുഞ്ഞ് അങ്ങോട്ട് വരും, താഴേക്ക്.
നിങ്ങൾ ഈ ചാനൽ കണ്ടാൽ അറിയാം, ദൂരെ നിന്ന് കാണുന്ന ഒരു മത്സ്യത്തെ ആ കഴുകൻ അത്രയും ദൂരത്തിൽ നിന്ന് എത്ര മൈക്രോ സെക്കൻഡിലാണ് വന്ന് പൊത്തിയെടുത്തുകൊണ്ട് പോകും. കണ്ടുണ്ടാകുന്നില്ല. ഇതിങ്ങനെ നോക്കി നിൽക്കുക, കുഞ്ഞിങ്ങനെ താഴേക്ക് പോവുക. ഒരുപക്ഷെ വെള്ളത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ പാറയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ പർവ്വതത്തിന്റെ മണ്ടയ്ക്കോട്ടായിരിക്കും. അതിങ്ങനെ താഴേക്ക് വന്ന് വീഴുന്നതിന് മുൻപേ കഴുകൻ, തള്ളക്കഴുകൻ ചെയ്തൊരു പരിപാടിയുണ്ട്. ദാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഈ ചിറക് പിന്നെ ഇങ്ങനെ അപ്പൊ ഇതിന് എവിടെയായി. ഇതിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കുഞ്ഞ് ഈ അന്തരീക്ഷത്തിൽ എന്ത് പഠിക്കുക? ഈ താഴോട്ട് വീഴുമ്പോൾ ചുമ്മാ ഇരിക്കുകയല്ലോ. താഴോട്ട് വീഴുമ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്യും. അപ്പോൾ ഒരുത്തിന് ഒരു കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലിടുന്ന പോലെ ഉള്ളൂ. നീന്തൽ അറിയത്തില്ലെങ്കിലും കൈയും കാലൊക്കെ ഇട്ട് തന്നെ അടിച്ചു പോകും. അങ്ങനെ പല പ്രാവശ്യമായി കഴിയുമ്പോൾ ഈ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? പറക്കാൻ പഠിക്കുക. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിച്ച, ഒരു പക്ഷേ എങ്ങനെ ചിന്തിക്കുക, ഈ തള്ള ഇതിനെ മുകളിൽ കൊണ്ടുപോയിട്ട് ആ ചിറകിൽ നിന്ന് അതിനെ താഴേക്ക് വിടുന്ന സമയത്ത്, ആ താഴേക്ക് വിടുന്ന സമയത്ത് പല പ്രാവശ്യമായി കഴിയുമ്പം ആ കുഞ്ഞിന്റെ മനസ്സിൽ ആ തള്ളയെ കുറിച്ചുള്ള ഒരു രൂപം തീർച്ചയായിട്ടും നല്ലതുമായി. ആ കുഞ്ഞിനെ എന്തൊരു ദുഷ്ട തള്ളയല്ലേ, ഇത്രയും മണ്ടയ്ക്ക് കൊണ്ടുപോയിട്ട് എന്നെ എന്താ ചെയ്യുന്നേ? എന്നെ താഴേക്ക്. എന്നാ കുറച്ച് നാൾ കഴിഞ്ഞു, ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു. ഒരു ദിവസം ഈ കഴുകനെ പോലെ കുഞ്ഞുണ്ടായി പറക്കാനായിട്ട് പ്രാപ്തിയായി കഴിഞ്ഞപ്പം അന്ന് ആ കുഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്താ? ആ കഴുകനെ പോലെ, ആ പിള്ളയെ പോലെ ഉയരത്തിൽ പറക്കാനായി തന്നെ പഠിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇത് എന്തൊരു ദൈവം അല്ലേ? അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ദൈവസ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിട്ട് കഴിയുമ്പോൾ ഒരു ദിവസം നാം ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ പക്വതയുള്ളവരായിട്ട് വരുമ്പോൾ അന്ന് നാം തിരിച്ചറിയുകയാണ് ദൈവം ചെയ്തതെല്ലാം നല്ലതിനായിട്ടാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും എന്നെ നടക്കാൻ ശീലിപ്പിക്കുകയായിരുന്നു, എന്നെ അവൻ വഹിക്കുകയായിരുന്നു. അവന്റെ ചിറകിൽ എന്നെ അവൻ സുരക്ഷിതമായി കൊണ്ടു നടന്ന് അവനെ പോലെ ആക്കുകയായിരുന്നു. ആ തള്ളക്കഴുകൻ പറക്കുന്നത് പോലെ ആ കുഞ്ഞുങ്ങളെ പറക്കുന്നതിന് വേണ്ടി, പ്രാപ്തിയാക്കുന്നതിന് വേണ്ടി ആ തള്ളയ്ക്ക് ചില സമയത്ത് ദയയില്ല എന്ന് തോന്നുമാറ് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുന്ന ആ പ്രൊസീജിയറിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും സംഘർഷങ്ങളും ഉയർച്ച താഴ്ചകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ പൗലോസ് പറയാണ്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നതായിരുന്നു. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോൾ പരാതിയില്ലാത്ത ജീവിതം, ആരോടും പരാതിയില്ലാതെ ജീവിക്കാം. കൂട്ടത്തിലുള്ള ശുശ്രൂഷകന്മാരോട് പരാതി വേണ്ട, അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പരാതി വേണ്ട, കൂട്ടത്തിലുള്ള മൂപ്പന്മാരെ കുറിച്ച് പരാതി വേണ്ട, ആരെ കുറിച്ച് പരാതി വേണ്ട, ഒന്നിനും. കാരണം എന്താണ്? എൻ്റെ പിതാവ് എന്നെ നടക്കാൻ ശീലിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. അങ്ങനെ അവൻ എന്നെ വഹിക്കുന്നു. അവസാനത്തെ വാക്കുകൂടെ നമുക്ക് വായിച്ചിട്ട് പിന്നെ എൻ്റെ സമയം കഴിയാറായല്ലോ. 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ അങ്ങനെ എൻ്റെ 3-ാം വാക്യത്തിൽ അവരെന്നെ ശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്ത്, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന്. സൗഖ്യമാക്കി എന്ത് രോഗമാണ് പിടിപ്പെട്ടിരിക്കുന്നത്? സൗഖ്യമാക്കാൻ യശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ വായിച്ചു നോക്കാം. വാക്യം അറിയാമെങ്കിലും 2 മുതൽ 6 വരെയുള്ള വാക്യം ജസ്റ്റ് പെട്ടെന്ന് വായിക്കാം. യശയ്യാപ്രവചനം 1-ാം അധ്യായം. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. എന്താ സംഭവം? ദൈവം പറയാം, ആകാശം കേൾക്കും, ഭൂമിയെ കേൾക്കും. ഇവന്മാരും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവന്മാർക്കൊന്നും താഴേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ മുറിവുകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് അല്ലേ? അടികളുടെ മുറിവുകളെ എന്താ? വ്രണമാണ്. അത് എന്ത് ചെയ്തിട്ടില്ല? 6 വരെ വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു സഹോദരി. താഴെ നമ്മളെന്താ വായിക്കുന്നേ? അതൊന്നും വെച്ച് കെട്ടിയിട്ടില്ല, അതൊക്കെ പഴുത്ത് ജീർണമായി. പറഞ്ഞാൽ ഇസ്രായേലിന്റെ ജീവിതം നമ്മൾ ആകമാനം നോക്കുമ്പോൾ പിന്മാറ്റം എന്ന രോഗം അവരെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് നന്മകൾ കിട്ടുമ്പോൾ 2 സ്തോത്രമൊക്കെ പറയും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവരുടെ അനേക ദൈവമക്കൾ അങ്ങനെയാണ്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നു, പിന്നെ അവർ പിന്മാറി. പിന്മാറ്റം എന്നുള്ള മഹാരോഗം. കർത്താവ് പറയാണ്,
ഈ ഇസ്രയേലിനെ ഞാൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ മുറിമെല്ലാം വെച്ച് കെട്ടി, ഈ പഴുപ്പെല്ലാം ഞെക്കിക്കളഞ്ഞ് ഞാൻ അവരെ എന്നിട്ടും സൗഖ്യമാക്കിയെങ്കിലും അവരെന്ത് ചെയ്തിട്ടില്ല. ആ സൗഖ്യമാക്കുന്ന ആ അവസ്ഥയെ അവരെന്ത് ചെയ്യുന്നില്ല, അവരറിയുന്നില്ല. കാളയ്ക്കറിയാം. കാള ആരെ അറിയുന്നു? കാള തന്റെ യജമാനനെ അറിയുന്നുണ്ട്. കഴുതയ്ക്കറിയാം പുൽത്തൊട്ടി എവിടെയാണ് നല്ല പുല്ല് കിട്ടുമെന്ന് കൃത്യമായിട്ട് കഴുതയ്ക്കറിയാം. പക്ഷേ എന്റെ ജനം എന്റെ പ്രവൃത്തിയെ, ശരിയല്ലേ പ്രിയമുള്ളവരെ? പലപ്പോഴും നമ്മുടെ ദൈവത്തെ നമുക്ക് വേണ്ടുന്ന പോലെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നാം ശ്രമിക്കാറുണ്ടോ? പലപ്പോഴും അറിഞ്ഞിട്ടും അത് അംഗീകരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, എന്റെ ദൈവം നല്ലവനാണ്, അവനെ പോലെ ഒരു ദൈവം ഇല്ല, അവനാണ് ശരിയായിരിക്കുന്ന ദൈവമെന്ന് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഉറച്ചു വിശ്വസിച്ച് അവനെ പിന്തുടരുവാനായിട്ട് നമുക്ക് കഴിയും. രാത്രികാലം ദൈവത്തിന് സഹായിക്കട്ടെ. അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ പിന്നീട് കർത്താവ് പറയാണ്, ഞാൻ അവർക്ക് തീ കൊടുക്കുന്നു. എത്രാം വാക്യത്തിലാണ്? അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ഞാൻ അവർക്ക് തീ ഇട്ട് കൊടുക്കും. എവിടെയാ? സംഖ്യാപുസ്തകം 11-ാം അധ്യായം നാം വായിക്കുന്നുണ്ട്. ഇസ്രയേല് ഇറച്ചിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു വലിയ കാറ്റടിച്ച് ദൈവം എന്താ ചെയ്തേ? കാളപക്ഷികളെ കൊണ്ട് നിറച്ചു. ആ ചരിത്രം ഓർപ്പിക്കുകയാണ്. ഞാൻ ഇത്രയെല്ലാം ഒരു പിന്മാറി, അനുസരണക്കേട് കാണിച്ചു, ദൈവത്തെ വിട്ടുപോയി, ദൈവസ്നേഹത്തിനെതിരെ ചോദ്യം ചെയ്തു, ദൈവത്തിന്റെ വഴികളെ കുറിച്ച് അവര് അജ്ഞരായിട്ട് ജീവിച്ചു, ദൈവത്തിന്റെ സൗഖ്യത്തെ അവർ അംഗീകരിച്ചില്ല. അങ്ങനെ ദൈവത്തെ അവർ ഏതെല്ലാം നിലയിൽ ക്രോധിപ്പിക്കാമോ ആ നിലയിൽ എല്ലാം പ്രവർത്തിച്ചിട്ടും ദൈവം പറയുകയാണ്, എന്നിട്ടും ഞാൻ അവർക്ക് എന്ത് കൊടുത്തു? തീ കൊടുത്തു. വായിലിരിക്കുമെന്നതിനെ അവർ പിന്തുടരുവായിരുന്നല്ലേ? ശരിയല്ലേ? നമ്മൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അതനുസരിച്ച് ജീവിക്കാതിരിക്കുമ്പോഴും ദൈവം നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവത്തിന്റെ നന്മകളെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം എത്രയോ നല്ലവനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഹോശേയ-പ്രവചനത്തിലൂടെ നമുക്ക് കാണുവാനായിരിക്കുന്നത്. അവൻ നമ്മെ സ്നേഹിച്ചു, നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, അവന്റെ പരമാധികാരത്തിന്റെ കീഴിൽ കരുണ തോന്നണമെന്നുള്ളതോട് കരുണ തോന്നി. ആ നിലയിൽ എന്നെയും നിങ്ങളെയും അവൻ സ്നേഹിച്ച്, അവൻ വിളിച്ച് വേർതിരിച്ചിട്ട് നമ്മെ നീതീകരിച്ച് തേജസ്കരിക്കുവാനായിട്ട് നിർത്തിയിരിക്കുക. ആത്മീയമായിരിക്കുന്ന രീതി നാം തേജസ്കരിക്കപ്പെട്ടവരാണ്. എന്നാൽ അത് പ്രാക്ടിക്കലി, ഫിസിക്കലി സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യം മാത്രമല്ല. അവിടെ പറയുകയാണ്, ഞാൻ അവരെ എന്ത് ചെയ്തു? നടക്കുവാനായിട്ട് ശ്രമിച്ചു. ഇന്നും നമ്മൾ പെർഫെക്റ്റായി നടക്കുന്നുവെന്ന് അവകാശപ്പെടുവാൻ എനിക്ക് സാധ്യമല്ല, നമുക്ക് ആർക്കും സാധ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, അവനെ മുറുകെ പിടിക്കാം, അവന്റെ കൈ വിട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ നാം പോസ് ചെയ്യുമ്പോഴും, നാം ഓടുമ്പോഴും, നാം നടക്കുമ്പോഴും, നാം തിരിയുമ്പോഴും ഒക്കെ അവൻ നമ്മളെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുവരും. അവന്റെ കൈ വിട്ട് സ്വന്തമായിട്ട് നടക്കാമെന്ന് നാം വിചാരിച്ചാൽ അത് നമുക്ക് അപകടകരമാണ്. നമ്മൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം നമ്മൾ ക്ഷീണിച്ചല്ലേ? ഇന്നും പലപ്പോഴും ഒരു പക്ഷേ മാനസികമായി ക്ഷീണിച്ച ഒരവസ്ഥയിലായിരിക്കാം നാം ആയിരിക്കും, എനിക്കറിയില്ല. കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും മാനസികമായിട്ട് നിലയിൽ ക്ഷീണിച്ചവരുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ, മടുത്തു പോകുമ്പോൾ, കാര്യം തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത് പോലെ തൻ്റെ കരങ്ങളിൽ നിന്ന് വഹിച്ച് നമ്മെ കൊണ്ട് നടക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്നത്, നാം എത്ര പിന്മാറിയാലും പിന്നെയും നമ്മുടെ പുറകെ വന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്ന നല്ലവനായിരിക്കുന്ന ദൈവത്തെ അറിയാൻ ഇടയായതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ നന്ദി എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാം. എൻ്റെ യാതൊരു യോഗ്യതയും അതിന് പിന്നിലില്ല, ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. ആ ദൈവത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ നമുക്ക് ചാരി ശരണപ്പെട്ട് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതയാത്ര നമുക്ക് നയിക്കാം. അൾട്ടിമേറ്റ് ആയിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാനുള്ള വലിയ പരിശ്രമവും ആഗ്രഹവും ആ ഒരു വലിയ ഭാരവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. വിശേഷം ഷാജിയും കുടുംബത്തെയും യോശാവിനൊക്കെ ദൈവം ധാരാളമായി ബലപ്പെടുത്തട്ടെ. ദൈവം അറിയാൻ നിറയ്ക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ എല്ലാവരെയും ദൈവം ഓർക്കട്ടെ. അവരുടെ യാത്രയെയും അവരുടെ ശുശ്രൂഷകളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നമസ്കാരം.